ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചിരിച്ചും കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിച്ചു വന്നു. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം സൗകര്യ ഒരു എന്താ പറയുക, പ്രാവുംകൂടി ഷാപ്പിലാണെങ്കിൽ തന്നെ ഭയങ്കര ഭയങ്കര രസമുള്ള ആക്ടേഴ്സാണ്. ബാക്കി ആ ഷാപ്പിൻ്റെ അകത്ത് ചെയ്യുന്ന എല്ലാ നമ്മുടെ തുപ്പേട്ടനാണെങ്കിലും അപ്പം അവരെല്ലാവരും നമ്മളെക്കാട്ടി കൂടുതൽ ഫലിതങ്ങൾ പറയുന്നതും. കാര്യം ഏറ്റവും ഫസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് മാറിയിരിക്കാനല്ല, ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പോകാനല്ല ഇഷ്ടം. അവരുടെ പോയിട്ട് ഇരിക്കാം, അവർ പറയുന്ന പല കോമഡികളും പിന്നെ അവരത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവരവിടെ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ നമ്മളൊരു ഇപ്പോൾ ജെല്ലാവെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, ആരെവിടെ നോക്കണം, എന്ത് സംസാരിക്കണം. നേരത്തെ തന്നെ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും നമ്മൾ. കാരണം ഫിലിം ഷൂട്ട് ചെയ്യുന്ന ആ സീനിൽ അന്നായിരിക്കും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഈ കള്ളുഷാപ്പിൽ ഇങ്ങനെ എല്ലാ ദിവസവും കൂടാറുണ്ട് എന്നൊക്കെ. കാരണം അങ്ങനത്തെ ഒരു പരിചയം നേരത്തെ തന്നെ വേണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ ചെന്നിരുന്ന് അവരുടെ കൂടെ ചിരിച്ചും കളിച്ചൊക്കെ നിന്നാൽ അതിനനുസരിച്ചുള്ളൊരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ടും റിയാക്ഷൻ കിട്ടണമല്ലോ. അതും മിക്ക പടങ്ങളിൽ ഇപ്പോൾ രോമാഞ്ചം പറഞ്ഞ പോലെ തന്നെ രോമാഞ്ചിനെ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് തന്നെ ക്യാരവൻ സെറ്റപ്പ് അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഭയങ്കര ചെറിയൊരു പരിപാടിയിൽ ഷൂട്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ ഒരു റൂമിൽ മാത്രം ഉണ്ട് മേക്കപ്പ് ചെയ്യാനും ഇതും. പിന്നെ ആ ചെല്ലുമ്പോൾ അവരപ്പുറത്തെ റൂമിലും വന്നിരുന്നാൽ തന്നെ ഞാൻ വന്നിരിക്കുമ്പോഴത്തേനും അവരിങ്ങനെ പയ്യെ എഴുന്നേക്കലും ഭയങ്കര ഒരു ബഹുമാനം. അപ്പോൾ എനിക്ക് തമാശ പറയാൻ നേരത്താണ് ഇപ്പോൾ അങ്ങനെ വന്നോളൂ. ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം ഒന്ന് ബ്രേക്ക് ചെയ്യാം, എന്നിട്ട് എനിക്കൊന്ന് ഇവരായിട്ടൊന്ന് കറങ്ങാൻ പോകണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ സ്പേസിലോട്ട് പോകാം, നമുക്ക് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നൊരു ദിവസം ബ്രേക്ക് ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാം, ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് മൊത്തം നമുക്കൊരു ചെറിയ അങ്ങനെ എല്ലാവരും പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് പോയി. ഒരു ദിവസം മൊത്തം ഞങ്ങൾ ചിരിച്ചും കളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസും കളിച്ചു വന്നു. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം പടത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ 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 കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തതിന്റെ ഇനി ഇത് മതി. അങ്ങനെ കാരണം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക എളുപ്പവും ചെയ്ത് നമുക്ക് സംസാരിക്കാനും സീനുകൾ കറക്റ്റായിട്ട് വർക്കാവുകയും ചെയ്യും, റിയാക്ഷൻസ്. അതേപോലെ തന്നെ കളിച്ചപ്പോൾ ഇതിലാണെങ്കിലും എല്ലാവരും ഇപ്പോൾ പിന്നെ ഇതിൽ ആക്ടേഴ്സ് മാത്രമല്ല, ഇപ്പോൾ ഷൈജു ആണെങ്കിലും ഡയറക്ടർ ശ്രീരാജ് ആണെങ്കിലും അവിടെയുള്ള അസിസ്റ്റന്റ് ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. നമ്മൾ ആ ഒരു സെപ്പറേറ്റ് സീനിൽ ഉള്ള ആൾക്കാർ മാത്രം ജെല്ലായാൽ മാത്രം പോരാ, എല്ലാവരും ഒന്ന് ജെല്ലായാലേ നമ്മൾ വിചാരിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അത് മിക്ക പടത്തിലും ഭാഗ്യത്തിന് വരാറുണ്ട്. ഇതിലും പിന്നെ പല പല തരത്തിലുള്ള ഏജിലുള്ള അവരാണല്ലോ. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഇങ്ങനെ കുട്ടിക്കളി പോലത്തെ ഇതല്ലല്ലോ അവരെടുത്ത്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു പ്രാവുംകൂടി ഷാപ്പിൽ. അവരാണ് ഏറ്റവും വലിയ കുട്ടികളിയും കാര്യങ്ങളും വന്നിക്ലിയാക്കുക. ഭയങ്കര രസമായിരുന്നു അവിടെ. കാരണം ഫുൾ നൈറ്റ് ഷൂട്ട് ആയിരുന്നല്ലോ ഞങ്ങൾ കള്ളുഷാപ്പ്. ആ പറയുന്ന സീക്വൻസ് ദിവസം 10-30 ദിവസം ഫുൾ നൈറ്റായിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു, ഒരുമിച്ചായിരുന്നു എല്ലാവരും ഇരുന്നിരുന്ന ഭക്ഷണം കഴിക്കുന്നതെല്ലാം. പിന്നെ ആ സീക്വൻസ് അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ചെല്ലായി.